ഹലോ ഗെയ്സ്, ഞങ്ങളിതാ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഈ വെള്ളത്തിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹെയർ കെയറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ വെള്ളത്തിൽ കൂടെ എന്ത് ഹെയർ കെയർ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു ഹെന്ന പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അയ്യോ, ഇവിടുത്തെ പാമ്പാണെന്ന് പേടിച്ചു പോടോ. അപ്പോൾ ഒരു ഹെന്ന പാക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സാഹസിക യാത്രയാണിത്. അപ്പം ഒരു ഹെന്ന എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മൾക്ക് ഈ വീഡിയോയിലോട്ട് മുന്നോട്ട് പോകുന്തോറും കാണാൻ സാധിക്കും. അപ്പം സ്റ്റിൽ വെയിറ്റ് ആൻഡ് വാച്ച് ഈ മൈ വേൾഡ്. അപ്പം നമുക്കൊരു ഹെന്ന പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് ശ്രീജ? ഹെന്ന മിക്സ് വാങ്ങിക്കണം, പിന്നെ എഗ്ഗ് വാങ്ങിക്കണം, ലെമൺ വേണം, പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിലുള്ള ടീ പൗഡർ, പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഹെന്ന പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുവേ. ഞങ്ങളിത് എത്രയൊക്കെ കരയിൽ കൂടെ പോകാൻ ശ്രമിച്ചാൽ ഇത് നീന്തേണ്ടി വരും. ഭയങ്കര കഷ്ടപ്പെട്ടാണ് കാരണം ഇപ്പോഴും വീട്ടിൽ നമ്മൾ കടയിലൊക്കെ പോയി ഹെന്ന ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് അത്ര നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് എമൗണ്ട് കൂടുതലായിട്ടൊക്കെ വരും. അത്രയും പൈസയൊന്നും ആകത്തില്ല. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അത് മിക്സ് ആക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ അത് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വെരി ഈസി. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്ന കാണിച്ചു തരാം. അതുവരേക്കും ബൈ. നമ്മൾ ഹെന്ന മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഹെന്ന പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ചായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഇരുമ്പ് ചീനച്ചട്ടിയിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും, മുടിക്കൊക്കെ നല്ല കളർ കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ചായപ്പൊടി ഇട്ട് തിളപ്പിക്കാൻ പോവാണ്. അതായത് 2 ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒറ്റ ഗ്ലാസ് ആയിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടല്ലോ. അപ്പോൾ ഒരു ഇതിനകത്ത് ഞാനൊരു ഊഹത്തിനാണ് ഇടുന്നത്. നമുക്കൊരു 2 സ്പൂൺ തേയിലയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് തിളപ്പിച്ച് എടുക്കാം. ചായ ഇവിടെ തിളപ്പിക്കാൻ, ചായ അല്ലല്ലോ, തേയില ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തേയില വെള്ളം നല്ല കട്ടിയായിട്ട് ഇത് 2 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ആകുന്നവരെ നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണമേ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ മെയിനായിട്ടൊരു സാധനം ഇതിനകത്ത് പറയാൻ വിട്ടുപോയേ, അതാണ് നമ്മുടെ നാടൻ തൈര്. അപ്പം ഈ നാടൻ തൈരും കൂടെ നമ്മൾ ഈ ഹെന്ന മിക്സിൽ ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നത്. കാരണം തൈരൊക്കെ നമ്മുടെ തലയ്ക്കൊക്കെ നല്ല തണുപ്പുള്ള സാധനമാണല്ലോ. തൈരൊക്കെ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് തരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് തൈരും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എഫക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ തിളപ്പിച്ച് വെച്ച നമ്മുടെ തേയില വെള്ളം നമുക്ക് അരിച്ച് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കാം. കണ്ട നല്ല പുക വരുന്നുണ്ട്. പുക ഗൈസ്, എൻ്റെ മോനെ ഇതെന്ത് പൊടിയത്, എൻ്റെ മോനെ പുക കൊണ്ടൊന്നും കാണാൻ പോയ ഗൈസ്. ഇപ്പം എന്തായാലും കണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല, മൊത്തം പുകയായ. അതെ, ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കളർ ആൻഡ് കൺസിസ്റ്റൻസി. ഇതാണ് നല്ല റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ തേയില തിളപ്പിച്ചത്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ നാരങ്ങ മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ നാരങ്ങ
മുറിച്ച് അതിൻ്റെ ഒരു പകുതി എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. ദ സ്ക്വീസ് ഓഫ് ലെമൺ എന്ന് മറ്റേ ചേട്ടൻ പറയുന്ന പോലെ നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 നാരങ്ങ നമ്മൾ ഇങ്ങനെ, 2 അല്ല, 1 നാരങ്ങയുടെ 2 പകുതി എടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നാരങ്ങ ചേർത്ത് കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥ ഇതാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഇത്രയും തൈരാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, മതി. അപ്പം ഇത്രയും തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് ആ തൈരും കൂടെ, നമ്മൾ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നല്ല കട്ടയായിട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് അതൊന്ന് നമ്മുടെ ഇതിനകത്തേക്ക് മിക്സാക്കി കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ടൈമായി. അപ്പോഴേക്കും നമ്മുടെ ഇത് തണുത്ത് വന്നിട്ടുണ്ട്, ഒരുവിധമൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ 40 രൂപയുള്ള ഹെന്ന പ്ലസ് പൗഡർ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? അംല, കത്ത, ശിക്കക്കാരി, അങ്ങനെ നമ്മുടെ ഹെയറിന് കണ്ടീഷണറിങ്ങും കളറിങ്ങൊക്കെ തരുന്ന ഒരുപാട് സംഭവങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ഹെന്ന പൗഡറാണിത്. അപ്പോൾ ഇതാണ് നമ്മളിനി ഇതിലേക്ക് മിക്സാക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് കൂടുതൽ കൺസിസ്റ്റൻസി കിട്ടുകയും ചെയ്യും. നമ്മുടെ ഹെയറിനൊക്കെ നമുക്ക് വിശ്വസിച്ച് തേക്കുകയും ചെയ്യാം. നല്ല തണുപ്പുമായിരിക്കും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് ഈ ഹെന്ന മിക്സ് ചെയ്ത് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പോഴും മാസം ചെയ്യുന്നവരും ഉണ്ട്. എങ്കിലും ഒരു 3 മാസം 4 മാസവും 6 മാസമൊക്കെ കൂടുമ്പോഴൊക്കെ നമുക്ക് ചെയ്യുന്നത് ഹെയറിന് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കേക്കിനൊക്കെ ബാറ്റർ തയ്യാറാക്കത്തില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. കണ്ടോ, നല്ല കറക്റ്റ് മിക്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. കൂടുതൽ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഒരാൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് മുടിയുള്ളവരാണെങ്കിൽ 2 പേർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി ചെയ്യുമ്പോഴേക്കും 250, 300, 500 ഒക്കെ കൊടുത്ത് ചെയ്യുന്നത് നമുക്ക് വെറും ഒരു 50 രൂപയ്ക്കകത്ത് നിൽക്കും. ഇനിയിപ്പോൾ നമ്മളൊരു മുട്ട എടുത്ത് വെച്ചിട്ടില്ലേ, ആ മുട്ട നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മുട്ട ഇതിപ്പോൾ നമ്മളൊരു 8 hours ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാത്രിയിലാണ് നമ്മളിത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ ഒരു രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് അപ്ലൈ ചെയ്യാവുന്ന പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ യൂസ് ആക്കാൻ പോകുന്നതിൻ്റെ ഒരു 5-10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അതിൽ മുട്ടയുടെ വെള്ള ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് ഹെന്ന മിക്സ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഹെന്ന മിക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നാളെ ഈ ഹെന്ന അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.